പ്രൈസ് ദി ലോർഡ്. കാത്തലിക് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. സുഡാനിലെയും യുക്രൈനിലെയും അക്രമങ്ങൾക്ക് അവസാനമുണ്ടാകണം. മാർപ്പാപ്പ ക്രിസ്തുവിശ്വാസം ഏറ്റുപറഞ്ഞ് സത്യപ്രതിജ്ഞാ ചടങ്ങിൽ കൊളംബിയൻ പ്രസിഡന്റ്. ക്രൈസ്തവർക്കെതിരെ മധ്യപ്രദേശിൽ ആക്രമണ ശ്രമം. ബിഷപ്പ് മാർ ജോസ് പുളിക്കൽ ഇന്റർനാഷണൽ കാറ്റക്കിറ്റുകൾ കൗൺസിൽ അംഗം. പാലാ സാന്തോം ഹാർബർ പ്രൊഡ്യൂസർ കമ്പനിക്ക് സംസ്ഥാന സർക്കാർ അവാർഡ്. വാർത്തകൾ വിശദമായി. സുഡാനിലെയും യുക്രൈനിലെയും അക്രമങ്ങൾക്ക് അവസാനമുണ്ടാകണമെന്ന് ലയോ 14 പാപ്പ വീണ്ടും ആവശ്യപ്പെട്ടു. ഞായറാഴ്ച ആഞ്ചലസ് പ്രാർത്ഥനയ്ക്കിടയിലാണ് സമാധാനത്തിനു വേണ്ടിയുള്ള ആഹ്വാനം പാപ്പ വീണ്ടും മുഴക്കിയത്. 5 ലക്ഷത്തോളം ആളുകളാണ് സുഡാനിൽ അടിസ്ഥാന ആവശ്യങ്ങൾ പോലും നിറവേറ്റാനാകാതെ ദുരിത ജീവിതം നയിക്കുന്നത്. എൽ ഒബൈഡ് എന്ന നഗരത്തെ പാപ്പ പ്രത്യേകമായി പരാമർശിച്ചു. അവിടെയുള്ള ജനങ്ങളോടുള്ള തന്റെ ആത്മീയ ഐക്യവും പാപ്പ പ്രകടിപ്പിച്ചു. യുക്രൈനിലെയും റഷ്യയിലെയും ദുരിതങ്ങളിലൂടെയും പാപ്പ കടന്നുപോയി. യുദ്ധം കൂടുതൽ യുദ്ധങ്ങൾക്ക് മാത്രമേ വഴിവെക്കൂ, ഒപ്പം വലിയ ദുരിതങ്ങൾക്കും കാരണമാകും, മാർപ്പാപ്പ ഓർമ്മിപ്പിച്ചു. കൊളംബിയയുടെ പ്രസിഡന്റ് ആഞ്ചലാഡോ ഡി ലാ എസ്പ്രിയയിലൂടെ സത്യപ്രതിജ്ഞാ ചടങ്ങ് ക്രൈസ്തവ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അഭിമാനകരമായ നിമിഷങ്ങളായി. ഹല്ലേലൂയ ഗാനത്തോടെ ആരംഭിച്ച സ്ഥാനാരോഹണ ചടങ്ങിൽ ഫാത്തിമ മാതാവിന്റെ രൂപം സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു. ക്രിസ്തുരാജൻ നീണാൾ വാഴട്ടെ എന്ന് പ്രസിഡന്റ് ഉറക്കെ തന്റെ ക്രിസ്തീയ വിശ്വാസം പ്രഖ്യാപിച്ചു. ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ടുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ പ്രസംഗവും. ഹോളി ഫാമിലി സന്യാസിനി സമൂഹത്തിലെ നവസന്യാസിനികളുടെ പ്രഥമ വ്രതവാഗ്ദാന ചടങ്ങിനെത്തിയ കുടുംബാംഗങ്ങളെ ഹിന്ദുത്വ സംഘടനാ പ്രവർത്തകർ ആക്രമിക്കാൻ ശ്രമിച്ചു. മതപരിവർത്തനം നടത്താൻ വന്നിരിക്കുന്നുവെന്ന് ആരോപിച്ചായിരുന്നു ആക്രമണം. ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയ 25 പേരുടെ നേരെയായിരുന്നു അക്രമം അഴിച്ചുവിട്ടത്. പോലീസ് സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ ശാന്തമാക്കി. കാഞ്ഞിരപ്പള്ളി രൂപതാ മെത്രാനും സീറോ മലബാർ സഭയുടെ വിശ്വാസ പരിശീലന കമ്മീഷൻ ചെയർമാനുമായ മാർ ജോസ് പുളിക്കലിനെ മാർപ്പാപ്പായുടെ അംഗീകാരത്തോടെ ഇന്റർനാഷണൽ കാറ്റക്കിറ്റിക്കൽ കൗൺസിൽ അംഗമായി നിയമിച്ചു. 5 വർഷത്തേക്കാണ് നിയമനം. സുവിശേഷവൽക്കരണത്തിനായുള്ള ഡിക്കാസ്റ്ററിയുടെ കീഴിലാണ് ഇന്റർനാഷണൽ കാറ്റക്കിറ്റിക്കൽ കൗൺസിൽ പ്രവർത്തിക്കുന്നത്. ആഗോള സഭയുടെ വിശ്വാസ പരിശീലന ദൌത്യവുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളാണ് കൗൺസിൽ നടത്തുന്നത്. കേരളത്തിലെ ഏറ്റവും മികച്ച കർഷക ഉൽപാദന കമ്പനിക്കുള്ള സംസ്ഥാന സർക്കാർ അവാർഡ് പാലാരൂപതയുടെ സാന്തോം ഹാർബർ പ്രൊഡ്യൂസർ കമ്പനിക്ക്. കാർഷിക സംരംഭക രംഗത്തെ മാതൃകാപരവും സംയോജിതവും സമഗ്രവുമായ സുസ്ഥിര പ്രവർത്തനം പരിഗണിച്ചാണ് അവാർഡ്. പാലാരൂപതയുടെ ഉടമസ്ഥതയിലുള്ള 3 ഏക്കർ സ്ഥലത്ത് മുണ്ടുപാലത്തായി കഴിഞ്ഞ വർഷമാണ് കമ്പനി ആരംഭിച്ചത്. കാത്തലിക് അപ്ഡേറ്റ്സ് ഇവിടെ പൂർണ്ണമാകും. പുതിയ വാർത്തകളുമായി വെള്ളിയാഴ്ച കണ്ടുമുട്ടാം.